മറ്റൊരു വാർത്ത, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയ അധിക്ഷേപ പരാമർശം തള്ളി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സലാം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതാണ്. സാധാരണഗതിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊന്നും ആ നിലയുടെ പ്രസ്താവന നടത്തുന്നതല്ല. സലാമിൻ്റെ സംസ്കാരം പുറത്തെടുത്തു എന്ന് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. സലാമിന് മറുപടിയും കൊടുക്കുന്നില്ല. ഈ ഭാഷ തന്നെയാണോ അവരുടെയും ഭാഷ എന്നുള്ളത് പാണക്കാട്ട് തങ്ങൾക്കും ശ്രീ PK കുഞ്ഞിലിക്കുട്ടിക്കും മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് അവർ വ്യക്തമാക്കണം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. ഇത് തീർത്തും അപലപനീയാണ്. ലീഗ് നിലപാട് വ്യക്തമാക്കണമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസും സലാമിന്റെ സംസ്കാരം പുറത്തെടുത്തു എന്നത് വി ശിവൻകുട്ടിയും പറഞ്ഞു. ആ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കണ്ടത്. നേരത്തെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ പരാമർശത്തെ പൂർണ്ണമായും അപലപിച്ചുകൊണ്ട് വ്യക്താധിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടും 24-നോടാണ് പ്രതികരണം നൽകിയത്. ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ വേണം, അത് വേണ്ടതുമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാൻ പാടില്ല. ഒരു നല്ല കാര്യമല്ല. പാർട്ടിയുടെ നയവും തന്നെയാണ്. പരാമർശത്തിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് CPIM ജില്ലാ നേതൃത്വം. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ലീഗ് ഒപ്പമില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പ്രതികരണത്തിലില്ല എന്നതാണ് PMA സലാം ഇന്ന് നമ്മളോട് പറഞ്ഞത്. വളരെ മോശമായ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് എന്നത് നമുക്കറിയാവുന്ന കാര്യവുമാണ്. എങ്ങനെയാണ് ഈ വിഷയത്തെ ഇനി ലീഗ് നേതൃത്വം ഒപ്പം തന്നെ CPIM ജില്ലാ നേതൃത്വവും സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്? അനുജ, മുസ്ലിം ലീഗ് വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്തി വഷളാക്കേണ്ടതില്ല എന്നുള്ളത് മാത്രം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തുന്നതിന്റെ ഭാഗമായി PK കുഞ്ഞാലിക്കുട്ടി എന്ന് 12 മണിയോട് കൂടി മാധ്യമങ്ങളെ കാണാൻ വേണ്ടി ഒരുങ്ങുകയാണ്. വിഷയത്തിൽ PMA സലാം ഇനി പ്രതികരണത്തിലില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് PMA സലാമിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ല ഇത്തരമൊരു കാര്യം. കാരണം രാഷ്ട്രീയമായി പരാമർശങ്ങൾ നടത്താം, വിയോജിപ്പ് പ്രകടിപ്പിക്കാം, ഭരണകൂടത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ അത്തരമൊരു നീക്കത്തിലേക്കോ ചെയ്യാൻ പാടില്ല. അത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ല എന്നുള്ളതാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാർട്ടി അധ്യക്ഷനാണ്. അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടുകൂടി മുസ്ലിം ലീഗിന്റെ നിലപാട് ഇതോടുകൂടി വ്യക്തമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഉച്ചയ്ക്ക് 12 മണിക്ക് PK കുഞ്ഞാലിക്കുട്ടിയും സമാനമായ നിലപാട് ആവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മന്ത്രി PM മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞത് ഇത് PK കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കും ഇതേ നിലപാടാണോ, അതുകൊണ്ട് അദ്ദേഹം നിലപാട് വ്യക്തമാക്കണമെന്ന് PM മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് PMA സലാമിന്റെ തരം താഴ്ന്ന നിലപാടാണ്, രാഷ്ട്രീയം പറയാൻ എല്ലാത്തും മൂലമാണ് ഇത്തരമൊരു നിലപാട് അല്ലെങ്കിൽ ഇത്തരമൊരു പരാമർശം അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത്. ശിവൻകുട്ടിയാണെങ്കിലും സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയാണ്. ഇന്നലെ വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ വെച്ചാണ് ഇത്തരമൊരു വിവാദ പരാമർശം PMA സലാം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഈ പുരുഷനായിരിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ഈ PM ശ്രീയുമായി സഹകരിക്കുന്നില്ല, വനിതയായിരിക്കുന്ന മമതാ ബാനർജിയും സഹകരിക്കുന്നില്ല, ആണും പെണ്ണും കെട്ടയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുകൊണ്ടാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുള്ളതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് PMA സലാമിന്റെ പ്രസംഗം എന്നുള്ളതാണ്. അതിന് പിന്നാലെ വലിയ വിമർശനം പ്രതിഷേധം ഉയരുകയും ചെയ്തതിന് പിന്നാലെയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെ PMA സലാമിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതാണ് ലീഗ് ഈ വിഷയത്തിൽ PMA സലാമിനൊപ്പമില്ല എന്നത് പാണക്കാട് തങ്ങൾ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.